മലയാളത്തിൻ്റെ സാഹിത്യകാരൻ MD വാസുദേവൻ നായർ, പ്രിയ സാഹിത്യകാരൻ, ഉത്കൃഷ്ട രചയിതാവ് MD വാസുദേവൻ നായർ വിടവാങ്ങി. മലയാള സാഹിത്യത്തിന് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇനിയും അദ്ദേഹം എഴുതാൻ ബാക്കിവെച്ചതെന്ത്? ഒരു സാഹിത്യകാരൻ എന്നതിലുപരി സിനിമാ സംവിധാനം, തിരക്കഥാകൃത്ത്, പത്രാധിപർ, അധ്യാപകൻ എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. അദ്ദേഹം കൈവയ്ക്കുന്ന ഏത് മേഖലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ഇതാണ് MD വാസുദേവൻ നായർ എന്ന് ഏത് മലയാളിയും ഓർക്കത്തക്ക വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനയും മറ്റ് വ്യക്തിജീവിതത്തിലെ പ്രഭാവവും. ഔദ്യോഗിക മണ്ഡലങ്ങളിലും എല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, വിലാപയാത്ര തുടങ്ങിയവ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ നിർമാല്യം, ബന്ധനം, ദേവലോകം, മഞ്ഞ് തുടങ്ങിയവയും വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തിരക്കഥകൾ രചിച്ച സിനിമകളാണ് മുറപ്പെണ്ണ്, പകൽക്കിനാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, നഗരമേ നന്ദി തുടങ്ങിയ സിനിമകൾ ഏതു മലയാളിയും എന്നെന്നും നെഞ്ചിലേറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന നോവൽ വായിച്ചാലും വായിച്ചാലും മതിവരാത്ത മഞ്ഞുപോലെ മനോഹരമായ കാവ്യാത്മകമായ നോവലാണ്. ഏതൊരു മലയാളിയെയും വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ മഞ്ഞെന്ന നോവലിലെ അനുഭവം. വളരെ വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് രണ്ടാമൂഴം. രണ്ടാമൂഴം മഹാഭാരത കഥയെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ വിവരിച്ചിരിക്കുന്നത്. ഓരോ കഥയും വളരെ സൗകുമാര്യവും രചനാഭംഗിയും നിറഞ്ഞ കൃതികളാണ് അദ്ദേഹത്തിൻ്റേത്. ഈ കൃതികളെയെല്ലാം വളരെ ലാളിത്യമായിട്ട് മനോഹരമായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്ക് നികത്താനാവാത്തതാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊരു സാഹിത്യകാരനെ തന്നതിൽ ഈശ്വരനോട് നന്ദിയും പറയുന്നു.